ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ലോങ് വീഡിയോ. അപ്പോൾ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവും, അതെ ഞാൻ പോകുന്നത് തൃശ്ശൂർക്കാണ്. ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം വാങ്ങിയിട്ട് തിരിച്ചു തരാം. അപ്പോൾ മെയിനായിട്ട് അങ്ങോട്ട് തന്നെ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫെജിയിൽ പോകണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ്. പക്ഷെ ആഗ്രഹിച്ച് പോയിട്ട് 3G ആയിപ്പോയി. അതെന്താന്ന് ലാസ്റ്റ് പറയാവേ. ബസ്സിൽ പോകുന്നതുകൊണ്ട് തന്നെ കുറേ ടൈം ഇരിക്കേണ്ടി വരും. അപ്പോൾ ബിങ്കോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് തിന്നങ്ങോട്ട് ഇരുന്നു. പിന്നെ കുറച്ച് ടൈം ഞാൻ ഇരുന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഞാൻ തൃശ്ശൂർ എത്തിയിട്ടുണ്ട്. അപ്പോൾ പുത്തമ്പള്ളിക്ക് അടുത്തുള്ള ഫെജിയിലേക്കാണ് പോകുന്നത്. ഇവിടുത്തെ വഴിയൊന്നും കറക്റ്റ് ആയിട്ട് അറിയാത്തോണ്ട് തന്നെ അറിയുന്ന വഴി കൂടെ അങ്ങോട്ട് നടന്നു. അങ്ങനെ നടക്കുമ്പോഴാണ് അതെ ഇത് കണ്ടത്. ലൈവായിട്ട് പടം വരച്ചു കൊടുക്കാൻ. അവിടെ ഇരിക്കുന്നതൊക്കെ അങ്ങനെ വരച്ചതായിരിക്കും. എന്തായാലും കൊള്ളാം, നല്ല രസമുണ്ട്. പിന്നെ ഞാൻ നടന്ന അമ്പലത്തിന്റെ ഫ്രണ്ടിൽ എത്തി. എന്നിട്ട് പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നടന്നതേ ആ കാണുന്ന കണ്ടു അങ്ങോട്ട് എത്തണേ. അപ്പൊ സാധനങ്ങളൊക്കെ വാങ്ങിക്കണതിന് മുന്നേ ഫുഡ് കഴിക്കണം. അങ്ങനെ നടന്നത് ആ പള്ളിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ ചുറ്റും ദേ കുറെ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ സംഭവങ്ങളുണ്ട്. സമയം 3 മണി ആയതുകൊണ്ട് തന്നെ ഊണും പിന്നെ കഞ്ഞിയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഒരു ഊണ് അങ്ങോട്ട് പറഞ്ഞു. അപ്പൊ ഇനി വന്ന കാര്യത്തിലേക്ക് കിടക്കാം. അപ്പൊ ആദ്യം പോയത് ഫെജിയുടെ ഓപ്പോസിറ്റ് ഉള്ള ഫെജീസ് ക്രിസ്മസ് വില്ലേജ് എന്നുള്ള ഷോപ്പിലേക്കാണെങ്കിൽ വലിയ സാൻഡ, ചെറിയ സാൻഡ, അതിലും ചെറിയ സാൻഡ, പിന്നെ അതിന്റെ മീഡിയം സൈസ്, പല വെറൈറ്റി സംഭവങ്ങളാണ്. പിന്നെ ട്രീ, കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ മേലത്തെ ഫ്ലോറിൽ ട്രീയുടെ ഒരു കളക്ഷൻ തന്നെ ഉണ്ട്. പല റേറ്റില് പല വലുപ്പത്തിലൊക്കെ ആയിട്ട് നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഇത്രയും വലുപ്പമുള്ള ഇത്രയും ട്രീ ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വണ്ടടിച്ച് നിൽക്കായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ഷോപ്പുള്ള കാര്യം റീൽസിലൊക്കെ കണ്ടാണ് പറഞ്ഞത്. അപ്പൊ ജസ്റ്റ് വന്ന് നോക്കാന്ന് വിചാരിച്ച് വന്നതായിരുന്നു. അപ്പൊ കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കുറച്ച് ടൈം അതിന് വേണ്ടിയിട്ട് തന്നെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പറഞ്ഞു ഇതൊരു പ്രൊമോഷൻ വീഡിയോ പോലെ ആയല്ലേ. പക്ഷെ ഇതല്ല കേട്ടോ ഗൈസ്, നിങ്ങൾ ഈ സാൻഡേനെ കണ്ടു, ഭയങ്കര ക്യൂട്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പിന്നെ ഞാൻ കണ്ടത് തന്നെ പിന്നെയും ഒന്നും കൂടെ നടന്ന കാണുകയാണ്. സമയം കുറേയല്ലേ വന്നിട്ട്, പക്ഷെ ഇതുവരെ ഒന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പൊ അവിടുന്ന് പിന്നെ അപ്പുറത്തുള്ള വെജിലേക്ക് പോയേ. നമ്മുടെ മിനി ഷോപ്പിംഗ് ഇനിയാണ് ആരംഭിക്കാൻ പോകുന്നത്. ഞാനിപ്പോ മണ്ടേയാണ് പോയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തിരക്കുണ്ടായിരുന്നു. ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ ഞാൻ കുറച്ചൊക്കെ സെലക്ട് ചെയ്ത് വെച്ച് അത് ബില്ല് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വേറെ പല ബിൽഡിങ്ങിലായിട്ട് കുറെ ഇതുപോലത്തെ ഡെക്കറേറ്റ് ചെയ്യണ സംഭവങ്ങളുണ്ട്. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ കണ്ടപ്പോൾ ഞാൻ കുറച്ച് വാങ്ങിച്ച് ബില്ല് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ ബാക്കിയുള്ള അവിടെയൊക്കെ പോയി കണ്ടതിന് ശേഷം പിന്നെ താഴത്തേക്ക് വന്നിട്ട് ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ബാക്കി വേണ്ടതെല്ലാം ഞാൻ സെലക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. പക്ഷെ മേലത്തെ ഫ്ലോറിലായിരുന്നു എല്ലാം അതും ഒരുമിച്ചുണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ താഴെയുള്ളതിനെക്കാട്ടിലും കൂടുതൽ ഇവിടെ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. കുഴപ്പമില്ല, എന്തായാലും കൂടുതലായിട്ടൊന്നും വാങ്ങിക്കാൻ പോണില്ല, വേണ്ട കുറച്ച് സാധനങ്ങൾ മാത്രം. പിന്നുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ എന്തൊക്കെ വാങ്ങിക്കണം എന്നൊന്നും അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടെ പോയി കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് എടുക്കാന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഞാൻ ഈ വീഡിയോയിൽ നോക്കുമ്പോഴാണ് ശ്രദ്ധിച്ചത് ഞാൻ ക്രിസ്മസ് തൊപ്പി വാങ്ങിച്ചിട്ടില്ല ഗൈസ്. ഇനിയിപ്പോൾ ഉള്ളത് കൊണ്ട് ക്രിസ്മസ് പോലെ എന്നും പറഞ്ഞിരിക്കും. ഞാൻ എന്തൊക്കെ വാങ്ങിച്ചു എന്നുള്ളത് ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ലോട്ട് പോയിട്ടുണ്ടായിരുന്ന, അനിയനും ഉണ്ടായിരുന്നേ. അപ്പൊ സാധനങ്ങളൊക്കെ വാങ്ങിച്ചത് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഇലക്ഷന്റെ എന്തൊക്കെയോ പരിപാടി നടക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ഞാൻ ലാസ്റ്റ് എടുത്തത്. പിന്നെ ഫോണെല്ലാം ചാർജ് തീർന്നിട്ടുണ്ടാവും. ഇനി എന്തൊക്കെയാ വാങ്ങിച്ചതെന്ന് കണ്ടാലോ. ഇടാനൊരു സ്റ്റാർ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ട്രീയിൽ തൂക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ സാധനങ്ങൾ, കൂടുതൽ അതാണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഒരു LED വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇതും ട്രീയിൽ തൂക്കാനുള്ള ഒരു സംഭവമാണ്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിച്ചത്. ബാക്കിയെല്ലാം ഇഷ്ടപ്പെട്ടു, എന്നാലും കൂടുതൽ ഇതാണ് ഇഷ്ടമായത്. അപ്പൊ ഇതിലുള്ള എല്ലാ കളേഴ്സും ഓരോന്ന് 4 എണ്ണം വീതം ഉണ്ടാവും. പിന്നെ ഒരു പാക്കറ്റിൽ കുറെ ക്രിസ്മസ് അപ്പൂപ്പൻ ഉള്ളത് അങ്ങോട്ട് വാങ്ങിച്ചു. പിന്നെ അതേമാതിരി തന്നെ സ്റ്റാർസും. പിന്നെ ഇത് ആരും അവിടെ നിൽക്കുന്നത്, ഞാൻ വാങ്ങിച്ചതൊക്കെ എടുത്ത് കളിക്കുമ്പോൾ ഞാൻ ചീത്ത പറയാണ്, കേടി വരുന്നൊക്കെ. എന്താ ചെയ്യാൻ. ഒരു സെറ്റ് ബെൽസ് വാങ്ങിയിട്ടുണ്ടാവും. പിന്നെ വാങ്ങിയിട്ടുള്ളത് ഗാർലൻസ് ആണ്. അത് 6 പീസാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് തികയില്ലെന്നൊന്നും അറിയില്ല. അപ്പൊ ഇത് എന്തിനാന്നൊക്കെ ഉള്ളത് ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് ഗൈസ്. പിന്നുള്ളൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഒരു ഫോട്ടോ കൊടുക്കാം. ഇതുപോലത്തെ ഒരു ഫെയറി ലൈറ്റ് 3 എണ്ണം ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 3 എണ്ണം അവർ വെച്ചിട്ടില്ല. എന്നെ വിളിച്ചു നോക്കിയപ്പോൾ അവർ പറഞ്ഞത് മാനേജറോട് സംസാരിക്കട്ടെ. ഇന്നലെ 3 പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അവരെടുത്തില്ല. ഓക്കെ, അപ്പോൾ ബാക്കി ഞാൻ ഇങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ അതിനുശേഷം ഇങ്ങോട്ട് വിളിക്കാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, വിളിച്ചില്ല. ഓക്കെ, തിരക്കായിരിക്കും. ഈ വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളത് 16-ാം തീയതിയാണ്. ഇപ്പൊ എഡിറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നത് 22-ാം തീയതിയാണ്. ഇതിനൊരു തീരുമാനമായിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാന്ന് വെച്ചിട്ടായിരുന്നു. ലാസ്റ്റ് ആയിട്ട് വിളിച്ചപ്പോൾ വാട്സപ്പിൽ ബില്ല് അയക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും 3 ലൈറ്റിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. അതെ ഗൈസ്, എന്തായാലും ഫ്രീ ആയി കിട്ടിയതല്ലേ, നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ലേ. പിന്നെ ഇത്രയും ദൂരെ പോയിട്ട് വാങ്ങിച്ച് ഫസ്റ്റ് തൊട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ അത്രയും എക്സൈറ്റഡ് ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.